ഞാൻ ഇത്രയും കാലം പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. എന്നോട് മോശമായിട്ട് നവീൻ പല പ്രാവശ്യം ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ. എന്തൊക്കെയാണ് ഈ ബിഗ് ബോസിൽ നടക്കുന്നത്? വന്ന് വെറും ഒരു കുൽസിത ലെവലിലേക്ക് ബിഗ് ബോസ് മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മിക്കവാറും ഇതൊരു 18+ പ്രോഗ്രാം ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം അങ്ങനത്തെ കണ്ടന്റുകളാണല്ലോ ഇപ്പൊ ബിഗ് ബോസ് തന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഇപ്പൊ നിലവിൽ ഷാനവാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്, നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെതിരെ ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് പലരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ആരോപണം? തന്നോട് പല രീതിയിലും ലൈംഗിക ചുവയുടെയും മോശമായിട്ടും നെവിന് പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഷാനവാസ് ആരോപിക്കുന്നത്. ഇപ്പൊ പല സ്ഥലത്തെയും ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അതാണല്ലോ. എനിവേ, എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് ഒരു മല്ലിയില പ്രശ്നത്തിൽ നിന്നാണ്. ഇപ്പൊ ബിഗ് ബോസ് സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഈ കിച്ചണിൽ വന്ന് ഓരോ സാധനങ്ങളും കട്ടെടുത്ത് കൊണ്ടുപോയി കഴിക്കുന്നത് നെവിന്റെ സ്ഥിരം ഏർപ്പാടാണ് അല്ലെ. അത് പലപ്പോഴും ഒരു പ്രശ്നമായി പലരും ഉന്നയിക്കാറുമുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും നെവിൻ ഈ പരിപാടി നിർത്തുന്നില്ല. വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നെവിൻ കിച്ചണിൽ നിന്നും മല്ലിയില എടുത്ത് കൊണ്ടുപോകുന്നത്. അതാണ് എതിർത്തു. ഷാനവാസ് അത് ഏറ്റുപിടിച്ചു. പക്ഷെ അന്നേരം നെവിൻ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ എടുക്കാനുള്ളത് എടുക്കും എന്നൊരു മൈൻഡ് സെറ്റിലാണ് തിരിച്ച് പ്രതികരിച്ചത്. അത് ഷാനവാസിന് അങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഷാനവാസ് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു. മല്ലിയില എടുത്തത് ഓക്കെ, ഇത് ഷാനവാസ് കരുതുകൂട്ടി ചെയ്ത് തന്നെയാണ് അല്ലെ. വിഷ്വൽസിൽ നിന്നും വ്യക്തമാണ് ഷാനവാസ് ഇത് കരുതുകൂട്ടി തട്ടിയിട്ടതാണെന്നുള്ളത്. അത് ഭയങ്കര ഓവറായി പോയി എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ ഫുഡ് തട്ടിയിട്ട് പാത്രം പൊട്ടിക്കേണ്ട ആവശ്യമൊന്നും ഷാനവാസിനില്ല. ഇത് വളരെ മോശം ഏർപ്പാടായി പോയി എന്ന് പറയാതെ വയ്യ. എന്തായാലും ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം ഷാനവാസ് മാറി ഇരുന്നിട്ട് ആദിലയോട് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ അവന്റെ അടുത്ത് ഈ മോശം ബിഹേവ്. പല പ്രാവശ്യം ഒരു പ്രാവശ്യം കൈയിന് അടിച്ചിട്ടുണ്ട്. ഞാൻ വൃത്തികേട് കാണിക്കായിരുന്നു. അതുകൊണ്ടാണ് അവനോട് ഞാൻ എന്റെ ബെഡിൽ നിന്ന് മാറിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഷാനവാസ് പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്താ ഷാനവാസ് പറഞ്ഞത്. ബിഗ് ബോസിൽ കയറി ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞത് മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാണ്. പലതവണ ഞാൻ കയ്യിൽ വരെ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവനോട് എന്റെ ബെഡിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞത് എന്നാണ് അവിടെ ഷാനവാസ് പറഞ്ഞു നിൽക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് ഷാനവാസ് ഉദ്ദേശിച്ചെന്നുള്ളത് കേൾക്കുന്നവർക്ക് ഊഹിക്കാമല്ലോ. അതന്നെ സംഭവം. ഷാനവാസിനെ പലപ്പോഴായി നെവിൻ ട്യൂൺ ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഷാനവാസ് സംസാരിച്ചു വെക്കുന്നത്. ഇനി ഇത് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടി ഷാനവാസ് പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേട്ടോക്കാം. അഭിലാഷിനോടും ഇങ്ങനെ ഒരു ബിഹേവ് അവൻ ചെയ്തു. കേട്ടല്ലോ, അഭിലാഷിനോടും ഇങ്ങനെ ഒരു ബിഹേവ് അവൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഷാനവാസ് പറഞ്ഞു വെക്കുന്നത് അല്ലെ. അങ്ങനെ ഒന്നിലധികം ആളുകളോട് നെവിൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ട് ഒരു ആരോപണം തന്നെയാണ് അല്ലെ. ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം. പക്ഷെ ഇങ്ങനെയൊക്കെ ഷാനവാസ് പറയുമ്പോഴും അവിടെ തിരിച്ചൊരു ചോദ്യം ഷാനവാസിനോട് ചോദിക്കാനുണ്ടാകും. ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം 24/7 ക്യാമറയാണ് അല്ലെ. ക്യാമറ ഇല്ലാത്തൊരു സ്ഥലം ബിഗ് ബോസിൽ ഇല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നെവിൻ ഇങ്ങനെയൊക്കെ ആരോടെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഷ്വൽസ് ഉറപ്പായും പുറത്തു വരേണ്ടതല്ലേ. ഇതുവരെ അങ്ങനെ ഒരു വിഷ്വലേ പുറത്തു വന്നിട്ടില്ല. ഒന്നെങ്കിൽ ഇവിടെ നെവിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമറകളെല്ലാം വെട്ടിച്ച് വൈദഗ്ധ്യമായി കുൽസിത പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിവുള്ളവനായിരിക്കണം ഈ നവീൻ. അതല്ല എങ്കിൽ വെറും ഒരു വൈരാഗ്യത്തിനെ പുറത്ത് ഷാനവാസ് ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയതാവണം. എന്താണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം. കാരണം ഇത് ചില്ലറ അലിഗേഷൻ അല്ല, സെക്സ്വൽ അലിഗേഷൻ ആണ് അല്ലെ. നെവിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് മാത്രമല്ല നെവിന്റെ ജീവിതം. നെവിന് പുറത്തൊരു ജീവിതമുണ്ട്, ഒരു കുടുംബമുണ്ട്. ആ ജീവിതത്തെയും കൂടി ബാധിക്കുന്ന അലിഗേഷൻ ആണ് ഇപ്പൊ ഷാനവാസ് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നെവിൻ കുറ്റക്കാരനാണെങ്കിലും അല്ലെങ്കിലും അത് തെളിയപ്പെടുക തന്നെ വേണം. ഇപ്പൊ നെവിനെ സംബന്ധിച്ചിടത്തോളം നെവിന്റെ സെക്സ്വാലിറ്റി എന്താണെന്നുള്ളത് നെവിൻ ഇപ്പോഴും ബിഗ് ബോസിൽ തുറന്നു പറഞ്ഞിട്ടില്ല അല്ലേ. പക്ഷെ പലർക്കും സംശയമുണ്ട് നെവിൻ ഒരു ഗേ ആണോ എന്നുള്ളത്. ആ കാര്യം മുമ്പ് ഒരിക്കൽ അഭിലാഷ് നെവിനോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, നെവിനെ ഇനി ഒരു ഗേ ആണെന്നുള്ള രീതിയിൽ. അപ്പൊ അന്നേരം നെവിൻ തിരിച്ചു പറഞ്ഞ മറുപടി എന്താണ്, എനിക്കത് പുറത്ത് പറയാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അല്ലെ. ഈ കാര്യം ഒരിക്കൽ നെവിൻ മസ്താനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക്കലി അതൊക്കെ നെവിന്റെ ഇഷ്ടമാണ്, നെവിന്റെ സെക്സ്വാലിറ്റി പുറത്ത് പറയണമോ വേണ്ടേ എന്നുള്ളത്. അത് ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യമാണല്ലോ. അതൊരാൾ പുറത്ത് പറയാത്തടത്തോളം കാലം അയാൾ ജഡ്ജ് ചെയ്യാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. പക്ഷെ നെവിന്റെ ബിഗ് ബോസിന് പുറത്തുള്ള ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ നെവിന്റെ കൂട്ടുകാരാരൊക്കെയാണ്? അഭിഷേകും ജാൻമണിയുമാണ് അല്ലെ. രണ്ടുപേരും കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസ് മത്സരാർത്ഥികളായിരുന്നു. ഇതിൽ അഭിഷേക് ബിഗ് ബോസിൽ വന്നതിന് ശേഷം താൻ ഒരു ഗേ ആണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരാളാണ് അല്ലെ. ജാൻമണി ആണെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറുമാണ്. ഈ അടുത്ത കാലത്ത് അഭിഷേക് ജാൻമണിയും ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ജാൻമണി തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ നെവിൻ ഒരു ഗേ ആണെന്നുള്ള രീതി. അതിനെ നമ്മളൊരു കോമഡി പോലെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇവിടെ നെവിന്റെ സെക്സ്വാലിറ്റി പുറത്ത് പറയേണ്ടത് ഈ പറയുന്ന ജാൻമണിയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ ഒന്നുമല്ല, നെവിൻ തന്നെയാണ്. ഒരു തരത്തിൽ നെവിൻ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ നെവിൻ ഒരു ഗേ ആണെന്ന് തന്നെ വിചാരിക്കാം. അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പിന്നെ നെവിൻ എന്ത് ചെയ്താലും ഇനി ഒരു കുണ്ടനല്ലടാ എന്നുള്ള രീതിയിൽ ആളുകൾ വിലയിരുത്താൻ തുടങ്ങും. അത് നെവിന്റെ ഗെയിമിനെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ അഭിഷേകിനും പറ്റിയ വലിയൊരു അമളി അതാണല്ലോ.
അത് അഭിഷേക് തന്നെ ഒരു ഇന്റർവ്യൂവിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഗേ ആണെന്ന് തുറന്ന് പറയാൻ പാടില്ലായിരുന്നു എന്ന് അഭിഷേക് മുമ്പ് ഒരിക്കലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം എന്താണ്, അഭിഷേകിന്റെ ഗെയിമിന് മുഴുവനും ആളുകൾ ആ കണ്ണിനാണ് നോക്കി കണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് സെക്സ്വാലിറ്റി പുറത്ത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ആ സെക്സ്വാലിറ്റി മറച്ചു വെച്ച് അതൊരു അഡ്വാൻറ്റേജ് ആയി കണ്ടുകൊണ്ട് മറ്റുള്ള ആണുങ്ങളെ ട്യൂൺ ചെയ്യാൻ നെവിൻ നടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം. എന്തായാലും ഷാനവാസ് രാവിലത്തെ പ്രശ്നത്തിന് ശേഷം അതിലൂടെ ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു അല്ലേ. അതിനുശേഷം ഒരു ഓപ്പൺ നോമിനേഷൻ ബിഗ് ബോസിൽ വരുന്നുണ്ട് അടുത്ത തവണത്തെ എലിമിനേഷനുള്ള. അപ്പൊ ആ സമയത്ത് ആദ്യം ഓപ്പൺലി നോമിനേറ്റ് ചെയ്തത് നെവിനെയാണ്. അതിന്റെ കാരണമായി ആദ്യം പറഞ്ഞു നമുക്കൊന്ന് കേട്ടോക്കാം. നെവിന്റെ സെക്ഷുവാലിറ്റി പറഞ്ഞിട്ടില്ല, ആൻഡ് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷേ നെവിന്റെ അടുത്ത് നിന്ന് കുറച്ച് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് പറഞ്ഞത് ഷാനവാസ്ക്കാണ്. നീ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടാണ് ആൾക്കാരോട് ഇടപഴകുന്നത് ടു ബോയ്സ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പല ആണുങ്ങളടുത്ത് നെവിൻ പല മോശം രീതിയിലും പെരുമാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അതിലൂടെ പറഞ്ഞു വെക്കുന്നത് അല്ലേ. അതിന്റെ കൂട്ടത്തിൽ ഇത് ആദ്യമായി പറയുന്നത് ഷാനവാസ്ക്കാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് കൂടാണ്ട് വേറെ ആരൊക്കെയോ അതിലൂടെ ഈ അനുഭവം പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അത് നമുക്ക് തുടർന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകും. ഒന്ന് കേട്ടോക്കാം. ബോയ്സ് അപ്പൊ അത് കാണുമ്പോൾ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞത് പ്രവീണായിരുന്നു. പുള്ളിക്കും നിന്നോട് ഒരു അൺകംഫർട്ടബിൾ സാധനം അടിച്ചു. ഓഹോ, പ്രവീൺ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ. അങ്ങനെ പ്രവീൺ ആദ്യലോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രവീണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായല്ലോ. അതിന്റെ അഭിപ്രായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവീൺ ഒരു ലൈവ് വീഡിയോ ചെയ്യണമെന്നുള്ളതാണ്. എന്നിട്ട് നെവിന്റെ ഭാഗത്ത് നിന്നും പ്രവീൺ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രവീൺ അത് അഡ്രസ് ചെയ്യാൻ തയ്യാറാവണം. കാരണം ഒന്നിലധികം പേർ ഒരാൾക്കെതിരെ ഇങ്ങനെ അലിഗേഷനുമായി വരുന്ന സമയത്ത് അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെ ആയി മാറുമല്ലോ. അപ്പൊ അങ്ങനെയെങ്കിൽ പ്രവീൺ ഇത് അഡ്രസ് ചെയ്യാൻ തയ്യാറാവണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്ര ആഴ്ചത്തേക്ക് ഒരു വിഷ്വൽ ഞാൻ സൈഡിൽ കൊടുക്കാം. ഈ പ്രവീണിന്റെ മടി കയറി നെവിൻ ഇരുന്ന് എന്തൊക്കെയോ കിന്നരിക്കുന്ന വീഡിയോ ആണ് ഇത് അല്ലേ. ഇതൊക്കെ ആദ്യം കണ്ട സമയത്ത് ഒരു തമാശ വീഡിയോ ആയിട്ടാണോ എനിക്ക് തോന്നിയത്. പക്ഷെ എന്തോ ഈ ഒരു അവസരത്തിൽ ഈ വീഡിയോ വെക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വെച്ചെന്ന് മാത്രം. എന്തായാലും ഇത് കഴിഞ്ഞ് ആദ്യം ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. ഞാനും നൂറെ വന്നേക്കുന്നത് നമ്മൾ നോർമലൈസ് ചെയ്യപ്പെടാനോ, അതായത് നമ്മളും നിങ്ങളെല്ലാരും പോലെ ജനങ്ങളെ പോലെ തന്നെ സാധാരണ രണ്ട് ആൾക്കാരാണെന്ന് പ്രൂവ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പൊ വന്നതിന് നീ ഒരു വിലങ്ങുതടി ആവോ നിന്റെ ഈ ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ എന്നൊരു സംഭവം ഉണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം എന്താ. ഇപ്പൊ നെവിൻ തന്നെ സെക്സ്വാലിറ്റി മറച്ചു വെച്ച് ഇമാതിരി ഓരോ ട്യൂണിങ് പരിപാടി ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കാം. ആ സത്യം ജനങ്ങൾ അറിഞ്ഞു എന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെങ്കിൽ അത് കാരണം ഈ പറഞ്ഞ ആദിലക്കും നൂറയ്ക്കും എന്ത് സംഭവിക്കാനാണ്? അല്ലെങ്കിൽ ലെസ്ബിയൻ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാൾ എങ്ങനെ ആയെന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് ഇവിടെ ആരും വിചാരിച്ചു വെച്ചിട്ടൊന്നുമില്ല. ഓരോരുത്തരെയും ഓരോ ഡിഫറെന്റ് പേഴ്സൺ ആയിട്ടാണ് ഇവിടെ എല്ലാവരും കാണുന്നത്. ആദിലനൂറിന് ആദിലനൂറായിട്ടാണ് കാണുന്നത്, നെവിനായിട്ടാണ് എല്ലാവരും കാണുന്നത്. നെവിൻ അങ്ങനെ മോശം പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഹോമോസെക്ഷലുള്ള എല്ലാവരും അങ്ങനെ മോശം പ്രവൃത്തി ചെയ്യുന്നവരാണെന്നൊന്നും ആരോട് പറഞ്ഞിട്ടില്ല. അത് ചുമ്മാ ആദിലിന്റെ വക അടിച്ചിറക്കിയത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഓൾറെഡി ആദിലേക്ക് ഈ പറയുന്ന നെവിനോട് ഒരു പേഴ്സണൽ ക്രെഡിറ്റ് ഉണ്ട്, അത് എല്ലാവർക്കും അറിയാമല്ലോ. മുമ്പ് അനുമോളായിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കി നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോയ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആദിലായിരുന്നു. അതിന്റെ കാരണം ആദില പറഞ്ഞെന്താണ്, എന്നെയും നൂറേയും തെറ്റി പിരിയിപ്പിക്കുമെന്ന് ഒരിക്കൽ നെവിൻ അവരോട് പറഞ്ഞു പോലും. ഞാൻ അങ്ങനെ പല കുടുംബങ്ങളെയും പിരിച്ചിട്ടുണ്ട് എന്ന് നെവിൻ പറഞ്ഞു പോലും. ഒരു പക്ഷേ തമാശക്ക് നെവിൻ അത് പറഞ്ഞതാകാം. പക്ഷെ ആദിലക്ക് നൂറൊക്കെ അത് നല്ലോണം മനസ്സിൽ കൊണ്ടുവന്നുള്ളതാണ്. ചിലപ്പോൾ അതിനെ കരുതി ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടൊക്കെ തന്നെയാകാം ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇതിനുശേഷം ഷാനവാസും ഇവിടെ ഓപ്പൺ നോമിനേഷന്റെ സമയത്ത് നോമിനേറ്റ് ചെയ്യുന്നത് നെവിനെ തന്നെയാണ്. അതിന്റെ കാരണമായി ഷാനവാസ് പറഞ്ഞെന്ന് കേട്ടോക്കാം. പിന്നെ സെക്കൻഡ് നെവിൻ, ഞാൻ മനഃപൂർവ്വം തിന്നുന്ന ഭക്ഷണം തട്ടിയിട്ടു പൊട്ടിച്ചു എന്ന് പറഞ്ഞ് എനിക്കെതിരെ തിരിക്കുകയുണ്ടായി. അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ. മനഃപൂർവ്വം തന്നെയാണ് നിങ്ങൾ തട്ടിട്ടത് ഷാനവാസെ. അത് വിഷ്വൽസിൽ നിന്ന് വ്യക്തമാണ്. അത് കാരണം നെവിൻ തിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നെവിന് കുറ്റം പറയാനൊന്നുമില്ല. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഞാൻ ഇത്രയും കാലം പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. എന്നോട് മോശമായിട്ട് നെവിൻ പല പ്രാവശ്യം ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ഡബിൾ മീനിങ്ങോടുകൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്റെ ബോഡിയിൽ എനിക്ക് ഇഷ്ടമല്ലാതെ തുടരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ആദിലയോടാണ് ഈ കാര്യം ഷാനവാസ് രഹസ്യമായി പറഞ്ഞതെങ്കിൽ ഇപ്പൊ പബ്ലിക്കായി ഇങ്ങനെ ഒരു ആരോപണം ഷാനവാസ് ഉന്നയിച്ചിരിക്കുകയാണ് അല്ലെ. ഇതെന്ത് ചെയ്തോ വികാരത്തിന് പുറത്താണ് ഷാനവാസ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇപ്പൊ ഷാനവാസ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും തിരിച്ച് ഷാനവാസിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടാകും അല്ലെ. ഷാനവാസ് പറഞ്ഞല്ലോ ബിഗ് ബോസിൽ കയറി 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവനിൽ നിന്നും ഇങ്ങനെ ഓരോന്ന് അനുഭവിക്കാൻ തുടങ്ങിയതാണ് എന്നുള്ളത്. പക്ഷെ അന്നൊന്നും പറയാത്ത ഷാനവാസ് ഇപ്പൊ എന്തുകൊണ്ട് പറഞ്ഞു എന്നൊരു ചോദ്യം ഇപ്പൊ ഷാനവാസിനെതിരെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ രാവിലെ മല്ലിലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ഷാനവാസ് ഇങ്ങനെ ഒരു ആരോപണം നെവിനെതിരെ ഉന്നയിച്ചത്. രാവിലെ അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഷാനവാസ് ഇങ്ങനെ ഒരു ആരോപണം നെവിനെതിരെ ഉന്നയിക്കില്ലായിരുന്നു. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. എന്ന് കരുതി ഷാനവാസിന്റെ അലിഗേഷൻ ഞാൻ ചെറുതാക്കി കാണിക്കുകയല്ല കേട്ടോ. സ്റ്റിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഷാനവാസിന് അങ്ങനെ ഒരു അനുഭവം നെവിനിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം. എന്തായാലും ഷാനവാസിന് ബാക്കി പറയണമെന്ന് കേട്ടോ. പക്ഷെ അതൊന്നും കേൾക്കാതെ അവൻ വീണ്ടും 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 അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള മോശം ബിഹേവ് ചെയ്യുന്ന ഒരാൾ ഇതിനകത്ത് നിൽക്കാൻ അർഹനല്ല എന്നുള്ള അർത്ഥശങ്കക്കിട ഇടയില്ലാതെ ഞാൻ പറയുന്നു. ഓക്കെ, ഷാനവാസ് ഇത് പറഞ്ഞതിന് ശേഷം അനീഷ് പോയി ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോ അനീഷിന് ഇങ്ങനത്തെ അനുഭവം നെവിന്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ടോ ആർക്കറിയാമല്ലേ. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അബി ഈ നോമിനേഷന്റെ സമയത്ത് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണമായി അബി പറഞ്ഞൊന്ന് കേട്ടോക്കാം. കാര്യം ഇതേ നെവിൻ ഇവിടുന്ന് പുറത്തു പോയ സമയത്ത് ഇതേ വ്യക്തി തന്നെ അവന്റെ ഒരു കണ്ടന്റ് പോയി ഞാൻ പറയട്ടെ കണ്ടന്റ് തന്നെ പുറത്തിറങ്ങി കണ്ടോ? നിങ്ങൾ പറഞ്ഞ കണ്ടന്റ് എന്നാണ്.
ഓക്കെ, കണ്ടന്റ് എന്നാണോ അതോ കോംബോ എന്നാണോ ഷാനവാസ് പറഞ്ഞത്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങളിലേറെ നഷ്ടം എനിക്കാണ്. ഞങ്ങൾ തമ്മിലൊരു കോമ്പോ ഉണ്ടായിരുന്നു. അവന് കളിയും തമാശയും എന്നോട് കുറച്ച് ഇങ്ങനെ ഒരു ലവബിൾ ആയില്ല. ഞാനത് ഇറിറ്റേറ്റഡ് ആയിട്ടും ആസ്വദിച്ചും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. എനിക്കതിൽ നഷ്ടപ്പെട്ടു. ഓക്കെ, വിഷ്വൽസിൽ നിന്നും വ്യക്തമാണ് അല്ലേ, കണ്ടന്റ് എന്നല്ല കോംബോ എന്നാണ് ഷാനവാസ് പറഞ്ഞത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഷാനവാസ് ഒരു കാര്യം പറയുന്നുണ്ട്, അവൻക്ക് എന്നോടുള്ള ലവബിൾ ആയിട്ടുള്ള പെരുമാറ്റവും ഞാൻ ഇറിറ്റേറ്റ് ആയിട്ടും ആസ്വദിച്ചും പോവുകയായിരുന്നു എന്നുള്ളത്. ഇത് 2 ആഴ്ച മുന്നേ നെവിൻ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി പോയ സമയത്ത് ഷാനവാസ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അന്ന് അവന്റെ എന്നോടുള്ള ലവബിൾ ആയിട്ടുള്ള പെരുമാറ്റം ഞാൻ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ അതേ ഷാനവാസ് തന്നെ ഇപ്പൊ എന്ത് വികാരത്തിന് പുറത്താണ് മാറ്റി പറഞ്ഞത്? ഒരുപക്ഷെ അന്ന് നെവിന്റെ പെരുമാറ്റങ്ങൾ ഷാനവാസിന് വല്ല പ്രശ്നമായി തോന്നിയിട്ടില്ലായിരിക്കാം, എല്ലാം ഒരു തമാശയാക്കി എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ പോകെ പോകെ ഇവന്റെ പെരുമാറ്റം ഇറിറ്റേറ്റഡ് ആയി തോന്നി കാണണം. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലല്ലോ. അതല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മലയിലെ പ്രശ്നത്തിലുള്ള ചെയ്ത വികാരത്തിന് പുറത്ത് ഷാനവാസ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാവണം. എന്തായാലും സത്യം പുറത്തു വരട്ടെ അല്ലേ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിലേക്ക് കൊടുത്തിട്ട് ടോപ്പിക്കുമായി വീണ്ടും കാണാം.